എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മാൻ കളക്ഷൻ ന്യൂമാൻ നോഡ് ലൈബ്രറി യൂസ് ചെയ്ത് കമാൻഡ് ലൈനിൽ കൂടെ റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ 4 ഓപ്ഷൻസ് ഓൾറെഡി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ ഓപ്ഷനായ ന്യൂമാൻ ആണ് ഈ വീഡിയോയിൽ കൂടെ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പോസ്റ്റ്മാൻ ആപ്പ് സെലക്ട് ചെയ്യാം. ഇന്ന് ഞാൻ റൺ ചെയ്യാൻ പോകുന്ന കളക്ഷൻ ജേസൺ സെർവർ കളക്ഷൻ ആണ്. അപ്പോൾ ഈ ജേസൺ സെർവർ കളക്ഷനകത്ത് 2 ഫോൾഡർ ഉണ്ട്. ഒന്ന് ക്രഡും ഒന്ന് DDTയും. CRUD എന്ന് പറയുന്നത് ജസ്റ്റ് CRUD APIs ആണ്. ഡേറ്റ ഡ്രിവൺ ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് DDT എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് പോസ്റ്റ് DDT എന്ന റിക്വസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ഓൾറെഡി കളക്ഷൻ ഞാൻ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എൻവയൺമെൻറ്റും പിന്നെ JSON ഫയലും ഈ ഒരു ഫോൾഡറിൽ പോസ്റ്റ് എന്നുള്ള ഈ ഫോൾഡറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ JSON സെർവർ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ ലോക്കലിൽ യൂസ് ചെയ്യേണ്ട കമാൻഡ് JSON സെർവർ ഈ കമാൻഡ് കൊടുക്കുക. അപ്പം കളക്ഷൻ റൺ ആവുന്നതിന് മുമ്പ് ലോക്കൽ നിങ്ങളുടെ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ന്യൂമാൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഈ പോസ്റ്റ്മാൻ്റെ ഒഫീഷ്യൽ ബ്ലോഗിൽ ന്യൂമാൻ്റെ ഡീറ്റെയിൽസ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാളിങ് ആൻഡ് റണ്ണിങ് ന്യൂമാൻ എന്നുള്ള സെക്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് പ്രീറെക്വസൈറ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ സിസ്റ്റം നോഡ് വേണം. അതിനുശേഷം NPM യൂസ് ചെയ്ത് ഈ കമാൻഡ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം നമ്മുടെ സിസ്റ്റം നോഡ് ഉണ്ടെന്ന് വെരിഫൈ ചെയ്യാം. നോഡ് സ്പേസ് -v എന്ന് കൊടുത്താൽ മതി. നോഡ് ഉണ്ടെങ്കിൽ എൻ്റെ വേർഷൻ കാണിക്കും. ഇല്ലെങ്കിൽ nodejs ഡൗൺലോഡ് ചെയ്യുക. ഓൾറെഡി nodejs ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ ഈ പ്ലേലിസ്റ്റ് തുടക്കത്തിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഈ വീഡിയോയിലേക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കവർ ചെയ്യുന്ന സെഷൻ മനസ്സിലായെന്ന് വരികയില്ല. എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. 1 മുതൽ വ്യക്തമായിട്ട് നമ്പർ ഇട്ട് ഓരോ വീഡിയോസും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്ലേലിസ്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയ്ക്ക് സ്പീഡ് കുറവാണ്, ലാഗ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ പ്ലേബാക്ക് സ്പീഡ് 1.25 1.5 ഇട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടു തീർക്കാൻ പറ്റും. ഇനി നമുക്ക് ന്യൂമാൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കാം. ഓൾറെഡി നോഡ് ഉണ്ടെന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഈ ന്യൂമാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ പേസ്റ്റ് ചെയ്യാം. npm install -g ന്യൂമാൻ എന്നുള്ള കമാൻഡാണ്. കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. -g എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലോബലി നമ്മൾ ന്യൂമാൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇന്റർനെറ്റ് സ്പീഡ് പോലെ ഇരിക്കും ഈ ഇൻസ്റ്റാളേഷൻ്റെ ടൈം. നമുക്ക് ആ സമയത്ത് നമുക്ക് കമാൻഡ് ലൈൻ ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനകത്ത് ന്യൂമാൻ യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാവുന്ന കമാൻഡ് ലൈൻ ഓപ്ഷൻസിനെ കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ന്യൂമാൻ റൺ -h എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ബേസിക് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് തന്നെ ന്യൂമാൻ തന്നെ കാണിക്കും. പിന്നെ എൻവയൺമെൻറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യേണ്ട ഫ്ലാഗ് -c, ഡേറ്റ ഡ്രിവൺ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഫ്ലാഗ് -d, ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ട് -g, എത്ര ഇറ്ററേഷൻ ഒരു പർട്ടിക്കുലർ കളക്ഷൻ റൺ ചെയ്യണമെന്ന് പാസ് ചെയ്യാൻ വേണ്ടി -n എന്ന ഫ്ലാഗ് ഉണ്ട്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതേ ഫ്ലാഗ്സ് തന്നെ പോസ്റ്റ്മാൻ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിനകത്തും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് എല്ലാ ഓപ്ഷൻസും ഞാൻ ഈ വീഡിയോ കവർ ചെയ്യില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ കവർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ബാക്കിയുള്ള എല്ലാ കമാൻഡ് ലൈൻ ഓപ്ഷൻസ് വെച്ച് നിങ്ങളുടെ കളക്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഡിലേ റിക്വസ്റ്റുകൾക്ക് ഡിലേ വേണമെങ്കിൽ മൈനസ് ഡിലേ റിക്വസ്റ്റിന് കൊടുത്താൽ മതി. ടൈം ഔട്ട്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇതേ ഓപ്ഷൻസൊക്കെ തന്നെ പോസ്റ്റ്മാൻ CLI ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ
ആ വീഡിയോ കവർ ചെയ്യുമ്പോൾ എല്ലാ കമാൻഡ് ലൈൻ ഓപ്ഷൻസും പറ്റുന്നതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയോ നോക്കാം. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോറി, കമാൻഡ് മാറിപ്പോയി. അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അറിയാൻ വേണ്ടി ന്യൂമാൻ റൺ -h ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. എൻവയൺമെന്റ്, ഗ്ലോബൽസ്, പോർട്ടേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ കളക്ഷൻ റൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു ലൊക്കേഷനിൽ ഞാനൊരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൊക്കേഷനിലേക്ക് പോകുന്നു. അതിനുശേഷം ഞാൻ റൺ ചെയ്യാൻ പോകുന്ന കളക്ഷൻ ഇതാണ്, ജേസൺ സെർവർ കളക്ഷൻ. എൻവയൺമെന്റ് ഇതും ടെസ്റ്റ് ഡേറ്റ 2 എന്നുള്ള ഫയലുമാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ റൺ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട കമാൻഡ് ന്യൂമാൻ റൺ. ഇനി ഫയൽ സ്പെസിഫൈ ചെയ്യുക മാത്രം മതി. കളക്ഷൻ സ്പെസിഫൈ ചെയ്തു. ഇനി എൻവയൺമെന്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഫ്ലാഗ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. -c എന്നുള്ള ഫ്ലാഗ് പാസ് ചെയ്യുന്നു. അതിനുശേഷം എൻവയൺമെന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡേറ്റ ഡ്രൈവൺ ടെസ്റ്റിംഗ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലാഗ് -d എന്നുള്ളതാണ്. ഡേറ്റയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ഡേറ്റ ഫയൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. CSV JSON ഫയൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കളക്ഷൻ 2 തവണ എക്സിക്യൂട്ട് ആവും. കാരണം ഈ ടെസ്റ്റ് ഡേറ്റ 2.json എന്നുള്ള ഫയലിനകത്ത് 2 സെറ്റ്സ് ഓഫ് ഡേറ്റ ഉണ്ട്. അതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, 2 തവണ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എല്ലാം ഗ്രീൻ ആയിട്ടാണ് വന്നേക്കുന്നത്. മൊത്തം എത്ര ഇറ്ററേഷൻസ് ഉണ്ടോ, റിക്വസ്റ്റുകൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു, ടെസ്റ്റ് എത്ര എണ്ണം ഉണ്ടായിരുന്നു, റിക്വസ്റ്റ് സ്ക്രിപ്റ്റ് എത്ര എണ്ണം ഉണ്ടായിരുന്നു, അസർഷൻസ് എത്ര ഉണ്ടായിരുന്നു, എല്ലാ ഡീറ്റെയിൽസിനും അത് വന്നിട്ടുണ്ട്. ടോട്ടൽ റൺ ഡ്യൂറേഷൻസ്, ടോട്ടൽ ഡേറ്റ റിസീവ്ഡ്, അവരുടെ റെസ്പോൺസ് ടൈം, ഇതെല്ലാം അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസൾട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതേ റിസൾട്ടൊക്കെ തന്നെയാണ്, ഇതേ രീതിയിൽ തന്നെയാണ് പോസ്റ്റ്മാൻ കമാൻഡ് ലൈൻ ഇന്റർഫേസും വർക്ക് ആകുന്നത്. ഇനി നമുക്ക് റൺ ചെയ്യാവുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ കളക്ഷൻ്റെ ലിങ്ക്, API കീ ഉള്ള ലിങ്ക് വെച്ച് ഇതേ കാര്യം നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കമാൻഡ് സെയിം തന്നെയാണ്. ന്യൂമാൻ റൺ കളക്ഷൻ ഫയൽ സ്പെസിഫൈ ചെയ്യുന്ന വരെ നമ്മൾ ലിങ്ക് ഇവിടെ കൊടുക്കും. ലിങ്ക് എങ്ങനെ എടുക്കേണ്ടത് ഞാൻ ഓൾറെഡി വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. കളക്ഷൻ്റെ നേരെ അഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന വ്യൂ മോർ ആക്ഷൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വയ API എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി എനിക്ക് API കീ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് കോപ്പി ചെയ്യും. നിങ്ങളുടെ കേസ് ജനറേറ്റ് കീ ഉള്ള ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെയുണ്ട് ജനറേറ്റ് കീ എന്ന് ഉള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ API കീ ഇവിടെ വന്നോളും. ഹോവർ ചെയ്യുമ്പോൾ മാത്രമേ API കീ ഡിസ്പ്ലേ ആവുള്ളൂ. അതിനുശേഷം API URL കോപ്പി ചെയ്യുക. അതിനുശേഷം ആ ലിങ്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത ശേഷം പിന്നെ എൻവയൺമെന്റ് ഈ ഫ്ലാഗ്സ് ഇതേ ഓർഡറിൽ തന്നെ സ്പെസിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആദ്യമേ ഡേറ്റ സ്പെസിഫൈ ചെയ്ത ശേഷം സ്പെസിഫൈ ചെയ്ത ശേഷം എൻവയൺമെന്റ് കൊടുത്താലും മതി. അങ്ങനെ മാർക്കാവും. അപ്പം ഈ ഇന്ന ഓർഡറിൽ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കറക്റ്റായിട്ട് പാസ് ചെയ്യുന്ന ഫ്ലാഗും പാസ് ചെയ്യേണ്ട ഫയലും മാത്രം ശ്രദ്ധിക്കുക. -d. ഞാൻ ആദ്യം ഇത്തവണ ടെസ്റ്റ് ഡേറ്റയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതിനുശേഷമാണ് എൻവയൺമെന്റ് സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റ് ഡേറ്റ 2.json. അതിനുശേഷം -c എൻവയൺമെന്റ് പാസ് ചെയ്തു. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഈ മെത്തേഡിൽ കൂടെ ലിങ്ക് യൂസ് ചെയ്തു ന്യൂമാൻ വഴി നമുക്ക് കളക്ഷൻ റൺ ചെയ്യാൻ പറ്റി. ഇത് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കമാൻഡ് ലൈൻ ഇന്റർഫേസിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിപ്പോർട്ട്സ് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് HTML വ്യൂ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് ന്യൂമാൻ HTML എക്സ്ട്രാ എന്നുള്ളൊരു ലൈബ്രറി ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പം മൊത്തം 5 മെത്തേഡ്
ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. മാനുവൽ റൺ ചെയ്യുന്നു, സ്കെഡ്യൂൾ ചെയ്യുന്നു, പോസ്റ്റ്മാൻ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് അത് ഏകദേശം ന്യൂമാൻ പോലെ തന്നെയാണ്. പിന്നെ മോണിറ്റേഴ്സ്, നമ്മൾ 24/7 പ്രൊഡക്ഷൻ APIസിൻ്റെ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ, ഫെയിലാകുന്ന കേസിലൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയാണ് മോണിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സ്കെഡ്യൂളിൽ ഇതേ ഓപ്ഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നത്. പിന്നെ ന്യൂമാൻ വെച്ച് ഇന്ന് കണ്ടു. അടുത്ത വീഡിയോ ന്യൂമാൻ HTML എക്സ്ട്രാ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള HTML റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. അപ്പം കഴിവതും ഈ വീഡിയോ പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോയും കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഇടയ്ക്കുന്ന ഒരു വീഡിയോ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, കാരണം അതൊരു പ്രീവിയസ് വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം പരമാവധി എല്ലാവരും എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം പോസ്റ്റ്മാനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വീഡിയോസ് കൂടെ കവർ ചെയ്യാനായിട്ടുണ്ട്. അത് ഞാൻ ഉടനെ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.